യൂറോ കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോരാട്ടം. സെമിഫൈനലിൽ നെതർലാൻഡ്സിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ടിന്റെ ജയം. 90-ാം മിനിറ്റിൽ ഒലിവാക്സിന്റെയാണ് ഇംഗ്ലണ്ടിന്റെ വിജയ ഗോൾ നേടിയത്. യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് തുടർച്ചയായ 2ാം തവണയാണ് ഫൈനലിൽ കടക്കുന്നത്. വിവരങ്ങൾ കമലേഷ് തെക്കേക്കാട് നൽകും. വിശദാംശങ്ങൾ എന്താണ്? ഹരിത, ആവേശകരമായ മത്സരത്തിനൊടുവിൽ ഇംഗ്ലണ്ട് രണ്ടാമതൊരു വട്ടം കൂടി യൂറോ കപ്പിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫൈനലിൽ കരുത്തരായ സ്പെയിനാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികളായി വരിക. മത്സരത്തിന്റെ ഒരു ഗതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ആവേശകരമായ മത്സരമായിരുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇരു ടീമുകളും ആക്രമിച്ച് കളിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഫൈനലിലേക്കുള്ള ഒരു ടിക്കറ്റാണ് ഈ മത്സരത്തിൽ വരിക എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ രണ്ട് ടീമുകളും ആ മത്സരത്തെ കണ്ടു എന്നുള്ളത് മത്സരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും 1-2 ഗോളുകൾക്കാണ് യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന്റെ വിജയം. നെതർലൻഡ്സിനെ 1-2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരം ഹാരി കെയ്നും അതുപോലെ തന്നെ വാറ്റ്കിൻസും, ഈ രണ്ടുപേരുമാണ്. ഹാരി കെയ്ൻ നേരത്തെ തന്നെ ഗോൾ നേടി ആദ്യഘട്ടത്തിൽ ഒരു സമനില നേടുകയും പിന്നീട് ഏറ്റവും ഒടുവിലാണ് മത്സരത്തിൻ്റെ അവസാന മിനിറ്റുകളിലാണ് വാറ്റ്കിൻസ് ആ വിജയ ഗോൾ ഇംഗ്ലണ്ടിനായി നേടിക്കൊടുക്കുന്നത്. അതോടുകൂടിയാണ് രണ്ടാമതൊരു വട്ടം കൂടി യൂറോ കപ്പിൻ്റെ ഫൈനലിലേക്ക് ഇംഗ്ലണ്ട് പ്രവേശനം ഉറപ്പാക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ നെതർലൻഡ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ദുർഭാഗ്യം എന്നും വേട്ടയാടുന്ന ഒരു ടീമാണ് നെതർലൻഡ്സ് എന്ന് പറയേണ്ടി വരും. 6 തവണയാണ് നെതർലൻഡ്സ് സെമി ഫൈനലിൽ നിന്ന് പരാജയപ്പെട്ട് ഫൈനൽ കാണാതെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും യൂറോ കപ്പിൻ്റെ കപ്പിലേക്കുള്ള ദൂരം ഇനി ഒരൊറ്റ മത്സരം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. 15-ാം തീയതിയാണ് ഈ മത്സരം നടക്കുക. അതോടൊപ്പം തന്നെ കോപ്പ അമേരിക്കയുടെ മത്സര ഫലവും ഇന്ന് പുലർച്ചെ ഈ മത്സരം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കോപ്പ അമേരിക്കയിലും വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയാണ് രണ്ടാം സെമി ഫൈനൽ നടന്നത്. ഈ രണ്ടാം സെമി ഫൈനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് ടീമുകളും യുറുഗ്വേയും അതുപോലെ തന്നെ കൊളംബിയയും ഇതേ സീസണിൽ ബ്രസീലിനെതിരെ സമനില നേടുകയും അല്ലെങ്കിൽ വിജയം നേടുകയും ചെയ്തിട്ടുള്ള രണ്ട് ടീമുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുത്തരുടെ ഒരു പോരാട്ടമാണ് ഈ രണ്ടാം സെമി ഫൈനലിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മത്സരം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കൊളംബിയയാണ് ഏറ്റവും മികച്ച നിലയിൽ മുന്നേറ്റം നടത്തിയത്. പക്ഷേ മത്സരത്തിൻ്റെ ആകെ തുക എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 62% ബോൾ പൊസിഷനിലൂടെ യുറുഗ്വായ് ഒരു മികച്ച മുന്നേറ്റം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് ഫലം കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വിജയം എന്നതിലേക്ക് എത്താൻ വേണ്ടി യുറുഗ്വായ്ക്ക് കഴിഞ്ഞില്ല. മത്സരത്തിൻ്റെ പകുതിക്ക് തന്നെ ഉറുഗ്വേ വീണുപോകുന്ന ഒരു സാഹചര്യമാണ്. 39-ാം മിനിറ്റിലാണ് ജെഫേഴ്സൺ ലെർമ കൊളംബിയയ്ക്കായി ഗോൾ കണ്ടെത്തുന്നത്. ഹാമസ് റോഡ്രിഗസിൻ്റെ മനോഹരമായ കോർണറിൽ നിന്ന് വന്ന മനോഹരമായ ഒരു പാസ് വളരെ കൃത്യമായി വലയിലെത്തിച്ച് ലെർമ കൊളംബിയയ്ക്ക് ലീഡ് നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. മത്സരത്തിൻ്റെ 45-ാം മിനിറ്റിൽ അല്ലെങ്കിൽ അവസാന മിനിറ്റുകളിൽ ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ ഒരു ഫൗൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു യെല്ലോ കാർഡ് നേടുന്ന സാഹചര്യത്തിൽ ഈ ഡാനിയൽ ലൂണോസിന് ഒരു യെല്ലോ കാർഡ് ലഭിക്കുന്നു. മത്സരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു യെല്ലോ കാർഡ് ലഭിച്ചു. രണ്ടാമതൊരു യെല്ലോ കാർഡ് കൂടി ലഭിക്കുന്നതോടുകൂടി ആ യെല്ലോ കാർഡ്, ആ മഞ്ഞ കാർഡ് ഒരു ചുവപ്പ് കാർഡായി പരിണമിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ 45-ാം മിനിറ്റിൽ ഒരു റെഡ് കാർഡ് കണ്ട് ആ താരത്തിന് പുറത്തേക്ക് പോകേണ്ടുന്ന സാഹചര്യം വരുന്നു. അടുത്ത 45 മിനിറ്റ് നേരവും കൊളംബിയ 10 പേരായി ചുരുക്കിക്കൊണ്ടാണ് ഈ മത്സരത്തിൽ കളിച്ചത്. പക്ഷേ എന്നിട്ട് പോലും ആ ആനുകൂല്യം മുതലാക്കാൻ ഉറുഗ്വേയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ 67-ാം മിനിറ്റിൽ സൂപ്പർ താരം ലൂയിസ് സുവാരസ് അടക്കം ഈ മത്സരത്തിലേക്ക് വരുന്നു. പകരക്കാരനായി 67-ാം മിനിറ്റിൽ ലൂയിസ് സുവാരസ് വന്നു. പക്ഷേ എന്നിട്ട് പോലും എന്തെങ്കിലും ഒരു ഫലമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല ഉറുഗ്വേയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഫൈനലിൽ ലോക ചാമ്പ്യന്മാർ കൂടിയായിട്ടുള്ള അർജന്റീനയാണ് കൊളംബിയയുടെ എതിരാളികൾ. ഈ അതായത് യൂറോ കപ്പിലെയും കോപ്പ അമേരിക്കയിലെയും ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 15-നാണ് നടക്കുക. ഹരിത.